അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇറാന്റെ തിരിച്ചടി കണ്ട് ലോകം ഞെട്ടിരിക്കുകയാണ്. ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചത് പോലുമില്ല. ഇപ്പം നെതന്യാഹുവിനെ കാണുന്നില്ല. ഇസ്രായേൽ മരണസംഖ്യ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ പ്രതീക്ഷിക്കാതെ തിരിച്ചടിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഖുമൈനി മരണപ്പെടലോടുകൂടി അവിടുത്തെ ആത്മീയ നേതാവായിരുന്നവർക്ക്, കേവലം ഒരു നേതാവായിരുന്നില്ല, അവിടെ ആത്മീയ നേതാവായിരുന്നു, അവരേറ്റവും സ്നേഹിക്കുന്ന ആത്മീയ നേതാവ്. പക്ഷേ പ്രചരിപ്പിച്ചത് ഖുമൈനിയുടെ ആ ഒരു ഇന്ന് രക്ഷപ്പെട്ടാൽ ഇറാനികൾ പിന്നെ സ്വതന്ത്രരായി സന്തോഷത്തിൽ കഴിയുമെന്ന്, പിന്നെ അതോടുകൂടി എല്ലാം അസ്തമിക്കും, പിന്നെ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഖുമൈനിയുടെ മരണത്തോടു കൂടി ഇതെടുത്ത ഒരു തിരിച്ചടി എന്ന് പറയുന്നത് അതിശക്തമായ തിരിച്ചടിയാണ്. പല ഇടങ്ങളിലുണ്ടാ കണ്ട ഓരോ തിരിച്ചടികൾ അമ്പരപ്പെടുത്തുന്നതായിരുന്നു. ഓരോ സ്ഥലത്തും ഇപ്പം തന്നെ F-15 ഡമാറായിരിക്കുന്ന സംഭവങ്ങളൊക്കെ നാം ഇപ്പം അടുത്തിട്ട് ഈ വാർത്ത കേട്ടു. എത്ര ഇടങ്ങളിലാണ് ഇവരുടെ തിരിച്ചടി കണ്ട് വളരെ ഞെട്ടലോട് കൂടി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യുദ്ധം ആര് ജയിക്കണോ ആര് തോൽക്കണോ, ഓരോരുത്തൻ്റെ കമൻറ്റുകൾ കാണുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. കാരണം ഇസ്രായേലികൾ ഇങ്ങനെ അയക്കുകയാണ്, ഹൂരിലിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ ജനങ്ങൾ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ഓർഡർ വന്നിട്ടുണ്ട്, പെട്ടെന്ന് അയക്കല്ലേ, അമേരിക്കയും ഇസ്രായേലും പിടിച്ച് കെട്ടണം. കാരണം പെട്ടെന്ന് ഇവിടെ ഹൂറിലിങ്ങളെ തയ്യാറാക്കാൻ പ്രയാസമുണ്ട്, അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് ഇത് നിർത്തിവെക്കണം, വലിയ പ്രയാസമുണ്ട്, ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട്. അതുപോലെ ഒരുപാട് പെൺകുട്ടികൾ മരണപ്പെട്ടപ്പോൾ ജിഹാദികൾ വളരെ മുമ്പ് തന്നെ കൊഴിഞ്ഞുപോയി എന്ന രീതിയിലൊക്കെ, വളരെ പരിഹാസമായ രീതിയിലൊക്കെ കമൻറ്റ് കണ്ടിത്. ഓരോരുത്തരും ഇടുന്ന കമൻറ്റുകൾ കണ്ടാൽ ഓരോ പുലർച്ചയിൽ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോഴേക്കും സന്തോഷകരമായ വാർത്തയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇറാൻ തകർത്തു, അവിടെ ഫലസ്തീൻ അങ്ങനെ, ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാകുന്നുണ്ട്. കാരണം ഈ ജിഹാദികൾ ഇങ്ങനെ തകർക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ വലിയ സന്തോഷത്തിൽ, ആനന്ദത്തിൽ കാണുന്നവരുണ്ട്. ഇപ്പം ഇസ്രായേൽ ഇങ്ങനെ ഭീകരമായ മരണസംഖ്യ കൂടുന്നുണ്ട്, നെതന്യാഹുവിനെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ മറ്റൊരു സ്ഥലത്തും ഇങ്ങനെ വല്ലാത്ത സന്തോഷം പ്രകടിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇറാന്റെ തിരിച്ചടി കണ്ട് ലോകം ഞെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ജയിക്കാൻ പോകുന്നില്ല, ഇതൊന്നും. കാരണം ഈ യഹൂദികളെന്ന് പറഞ്ഞാലും ക്രൈസ്ത്യാനികൾ എന്ന് പറഞ്ഞാലും മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാലും എല്ലാവരും അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരാണ്. ഈ മുസ്ലിങ്ങൾ പരസ്പരം ഇപ്പോൾ സൗദി അറേബ്യയിലും പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ഭീകരമായ തിരിച്ചടി കാണുമ്പോൾ നാം മനസ്സിലാക്കണം, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു. കാരണം ഇവരെല്ലാം ഒരു മതത്തിൻ്റെ ആളുകളല്ലേ എന്ന്. കാരണം ഈ യഹൂദികൾ എന്ന് പറയുന്ന ആരാണ്? ഈ ക്രിസ്ത്യാനികളായ യേശു എന്ന് പറയുന്നവരെ ശിലുബയിൽ കെട്ടിയതും ഇവർ വ്യഭിചാരിയുടെ കുട്ടിയാണെന്നും പ്രചരിപ്പിച്ചതും അവസാനം കൊന്നുകളഞ്ഞത് ആരാണ്? ഈ അമേരിക്കന്മാരാണ്. യഹൂദികൾ ഇസ്രായേൽക്കെതിരെ ഇത്ര അക്രമം, ഇതിൻ്റെ മുമ്പ് വലിയ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. കാരണം യഹൂദികൾക്കും അമേരിക്കക്കും പരസ്പരം, കാരണം ഇസ്രായേലുകളെ യഹൂദികൾക്ക് ശേഷം വന്നതാണ് ഈസാ നബി. ഈസാ നബിനെ ഒരിക്കലും മൂസാ നബിൻ്റെ ആൾക്കാർ ഈസാ നബിനെ അംഗീകരിക്കുന്നേയില്ല. ഈസാ നബിൻ്റെ ആൾക്കാർ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ അപ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ അംഗീകരിക്കാതെ, ഇങ്ങനെയാണ് ഈ മുസ്ലിങ്ങൾ പരസ്പരമുള്ള യുദ്ധങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ സുന്നിയാക്കളും അതുപോലെ ഷിയാക്കളും പരസ്പരം മുമ്പ് തന്നെ ഉള്ള ഒരു പൊരുതലാണ്. ഇപ്പോൾ ഖുമൈനി മരണപ്പെട്ടപ്പോൾ അവർ സ്മരിക്കുന്നത് ഇത് മറ്റൊരു കർബലയാണ് നടക്കാൻ പോകുന്നതെന്നാണ്. ഒരിക്കലും ഒരാൾ വിട്ടുകൊടുക്കുന്നില്ല. നാം ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, യുദ്ധം തുടങ്ങുന്നത് നേതാക്കളാണ്. ഇവിടെ വല്ലാത്ത സങ്കടപ്പെടുന്നതാരാണ്? പാവപ്പെട്ട ജനങ്ങളാണ്. ഉമ്മമാർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തൻ്റെ പിഞ്ചുമക്കൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട്. തൻ്റെ പിഞ്ചുമക്കളെ കാണാതായി ഉമ്മമാർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉമ്മമാരെ നഷ്ടപ്പെട്ടു എന്ന് മക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ബലഹീനന്മാരായ ആളുകൾ, സാധാരണ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നത്. യുദ്ധം കൊണ്ട് ആഹ്ലാദിക്കുന്നവർ, കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷം രേഖപ്പെടുത്തുന്നവർ, ഇസ്രായേൽ കൊന്നു എന്ന് പറയുമ്പോൾ സന്തോഷം, ഇവിടെ ഇറാനിൽ കൊന്നു എന്ന് പറയുമ്പോൾ സന്തോഷം രേഖപ്പെടുത്തുന്നവർ, ഹൂറിലിങ്ങളും അതുപോലെ സ്വർഗത്തെയും ഇങ്ങനെ സ്വർഗത്തിലേക്ക് ആളെ അയച്ചു വിടുകയാണ്. അങ്ങനെ സ്വർഗം ഇപ്പം വല്ലാത്ത ബിസിയാണ്. കാരണം ജനങ്ങളെ ഏറ്റെടുക്കാൻ സൗകര്യമില്ല, അവിടെ സ്ഥലം ഷോർട്ടേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് രീതിയിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തി ആഹ്ലാദിക്കുന്നവരെ തീർച്ചയായും നിങ്ങളുടെ വീടിൻ്റെ കഞ്ഞുമുട്ടുന്ന ഒരു സന്ദർഭമാണ് വരാൻ പോകുന്നത്. കാരണം നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ മക്കളൊക്കെ വിദേശത്ത് പോയി ജോലി ചെയ്ത് അതിന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് നാം ഇവിടെ ജീവിച്ചു പോകുന്നത്.
ഇപ്പോൾ 90 ലക്ഷം പേരുകളാണ് അടക്കപ്പെട്ട ഒരു രീതിയിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു യുദ്ധം ഇത് ഒരു അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ അപകടം എത്രത്തോളം ബാധിക്കും? ഓരോ വീടിനെ ബാധിക്കാൻ തുടങ്ങും. ഇതൊക്കെ ആഹ്ലാദിക്കേണ്ടതല്ല. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് യുദ്ധം ഒരിക്കലും ഒരാളെയും വിജയിപ്പിക്കുന്നില്ല. ഇവിടെ മനുഷ്യരാണ് തോറ്റുപോകുന്നത്. അവിടെയും കടന്ന് മരിക്കുന്നത് മനുഷ്യരാണ്, എവിടെയും കടന്ന് മരിക്കുന്നത് മനുഷ്യരാണ്. വിജയം എന്നുള്ളത് സമാധാനത്തിലല്ലാതെ ഒരിടത്തും വിജയം കാണാൻ സാധിക്കുന്നില്ല. ഒരാളും ആഹ്ലാദിക്കേണ്ടതല്ല, നമുക്ക് പ്രാർത്ഥിക്കേണ്ടതാണ് ഇതൊന്ന് തീർന്ന് ഒരു സന്തോഷകരമായ സമാധാനകരമായ ജീവിതം വരണം. ഇപ്പോൾ 560 അമേരിക്ക സൈനികന്മാരെ വധിക്കപ്പെട്ടു എന്നുള്ള പുതിയ വാർത്തകൾ ഇത് കേൾക്കുമ്പോൾ ഒരു വിഭാഗം ഇങ്ങോട്ടും, അതുപോലെ ഇറാനിൽ ഒരുപാട് തകർച്ച ഉണ്ടായി, ഖുമൈനി വധിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ, അവിടെ പാവപ്പെട്ട പെൺകുട്ടികളെ വധിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ പിലരും മുമ്പ് തന്നെ ജിഹാദികൾ കൊഴിഞ്ഞു വീണു. ഇത് ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള തീവ്രവാദികളോട് നിലനിൽക്കാൻ പാടില്ല എന്ന രീതിയിലൊക്കെ എത്ര കണ്ട് പരിഹസിക്കാൻ പറ്റുന്നുണ്ടോ ആ രീതിയിലൊക്കെ കമൻറ്റ് എഴുതി വിടുന്ന ആളുകളെ നിങ്ങളൊക്കെ വിചാരിക്കണം, ഇത് കണ്ണീര് കുടിക്കേണ്ടി വരും. ഇസ്രായേലിൽ ഇരുന്നിട്ട് പറഞ്ഞത് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല, ഇവിടെ ശക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നവരുണ്ട്. ഖുമൈനി മരിച്ചപ്പോൾ അതിനെ സന്തോഷിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നവരുണ്ട്. ഖുമൈനി മരിച്ചതിന് ദുഃഖകരമായിട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചുരുക്കി പറഞ്ഞാൽ യുദ്ധം അപകടമാണ്. അതുകൊണ്ട് നഷ്ടമുണ്ടാകുന്ന നഗരങ്ങളാണ്. എത്ര നഗരങ്ങളിൽ എത്ര സാധാരണക്കാർ നഷ്ടപ്പെട്ടു, എത്ര പാവപ്പെട്ട പിഞ്ചുമക്കൾ നഷ്ടപ്പെട്ടു, എത്ര ഉമ്മമാർ നഷ്ടപ്പെട്ടു, എത്ര സ്ഥലങ്ങൾ അല്ലേ, എത്ര ആളുകളാണ് നഷ്ടപ്പെട്ടത്. ഇതുകൊണ്ട് എന്ത് നേടി? അവർ മരണപ്പെട്ടു പോയി. മരണപ്പെട്ടു പോയവരെ പോലും വിടുന്നില്ലല്ലോ, അവരെപ്പോലും കളിയാക്കിക്കൊണ്ട് അല്ലേ സ്വർഗത്തിലേക്ക് അയച്ചു വിടുകയാണെന്ന് പറയുന്ന രീതിയിൽ എത്രത്തോളം ഒരു മനുഷ്യൻ്റെ ആ ഹൃദയം, ആ മനുഷ്യൻ്റെ ആ വെറുപ്പ് പ്രകടിപ്പിക്കുമ്പോഴൊക്കെ ചില കമൻറ്റുകൾ ഓതുമ്പോൾ ഇവർ മനുഷ്യരാണോ മൃഗമാണോ? ആ ഹൃദയത്തിൽ എന്താണുള്ളത്? കല്ലല്ല, അതിനേക്കാലത്തോ എന്തോ ഒരു മലീനമായ വസ്തുവാണ് അവരുടെ ഹൃദയത്തിൽ കാണുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല സമാധാനം പ്രദാനം ചെയ്യട്ടെ. നാം എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഇതിന്നൊരു രക്ഷ അള്ളാഹു നൽകാൻ വേണ്ടി നാമൊക്കെ മുസ്ലിമീങ്ങളായ നാമൊക്കെ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ്. കാരണം പരിശുദ്ധ റമദാൻ മാസമാണ്. ഈ ഒരു മാസത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. അവരുടെ ജോലിയും അവരുടെ ആ ഒരു ഇതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവർ നാം ഇവിടെ സന്തോഷത്തിനും ആഹ്ലാദത്തിൽ കഴിയുന്നത്. ഓരോ ദിവസം സമാധാനത്തിന് നാം കിടന്നുറങ്ങുന്നുണ്ടോ? പല രാജ്യങ്ങളും സമാധാനമില്ല. ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ പോലും അവർക്ക് പേടിയാണ്, എന്ത് സംഭവിച്ചു എന്നുള്ള പേടിയും ദുഃഖത്തിൽ കഴിയുമ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ സമാധാനത്തിൽ കഴിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സഹോദരന്മാർ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഇതിന്നൊരു വലിയ രക്ഷ, ഒരു കാവൽ അല്ലാഹു നൽകട്ടെ. ഇത് കാരണം ഈ ഖുമൈനിയുടെ മരണം എന്നുള്ളത് അത് ചെറുതിനായി നിൽക്കാൻ പോകുന്നതല്ല, ഇതൊരു പകയാണ്. ഈ പക ഒരിക്കലും അസ്തമിക്കാൻ പോകുന്നില്ല. യുദ്ധങ്ങൾ തീരും, പകകൾ എപ്പോഴും അതുണ്ടാകും. പകകൾക്ക് അവസാനമില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ പ്രാർത്ഥന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിഞ്ചു മക്കള്, അവിടുത്തെ പാവപ്പെട്ട സ്ത്രീകള്, അവിടെ രോഗികളായ ആളുകൾക്ക്, അതുപോലെ ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് വേണ്ടി ആയിരിക്കും നമ്മുടെ പ്രാർത്ഥന. അള്ളാഹു വലിയ സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.